ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറിയെല്ലാം ഉള്ളതൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദാ വരുന്നു, കുറച്ച് മീൻ കിട്ടി. ആ മീൻ എടുത്ത് നോക്കി, തെരച്ചി മീനില്ലേ, നമ്മുടെ നാട്ടിലേക്ക് തെരണ്ടി എന്നാണ് പറയുന്നത്. ചട്ടിയിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നിട്ട് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് 5-6 പ്രാവശ്യമെങ്കിലും കഴുകിയാലേ വൃത്തിയാവത്തുള്ളൂ. അങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളമായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിഴിഞ്ഞെടുത്ത് അതിനകത്തേക്ക് വെളുത്തുള്ളി, കുരുമുളക്, മുളക് എല്ലാം കൂടെ, ഇഞ്ചി എല്ലാം കൂടെ, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് മീനിലേക്ക് ഇട്ടു. പിന്നീട് മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നന്നായിട്ട് വിരകിയെടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. എല്ലാവരും തെരച്ചി മീനേ വറുത്തരച്ച് കറി വയ്ക്കുക, പക്ഷെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ പാനടുപ്പത്ത് വെച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് അടുക്കി പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല മണവും രുചിയും ഉണ്ടാവുമല്ലോ. പിന്നെ എല്ലാ ഫിഷും എടുത്ത് നിരത്തിയെടുത്തങ്ങ് വെച്ചു. വലിയ പാനായതുകൊണ്ട് ഒരൊറ്റൊരു പ്രാവശ്യം കൊണ്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഫിഷും കൂടെ ഉണ്ടാക്കി. ഇടയ്ക്കൊന്ന് ഒരു ചെറിയ രസവും കൂടെ ഉണ്ടാക്കണം എനിക്ക്. രസം അവിയൽ അടുപ്പത്ത് വച്ചേക്കാണ്. അപ്പോൾ ഈ ഫിഷ് ഫ്രൈയും രസം, അവിയൽ, ഇത്രയാണ് ഇന്നത്തെ ചോറിൻ്റെ കറി. ചോറിനാനൊക്കെ സമയമൊക്കെ അടുത്ത് വന്ന് ഇരിക്കണം കേട്ടോ. ഇതും കൂടെ ഫ്രൈ ചെയ്തതിനെടുത്തതിന് ശേഷം വേണം മറ്റതും കൂടെ ഒന്ന് നോക്കാനായിട്ട്. അതിൻ്റെ വേറൊരു അടുപ്പിലിരിക്കുകയാണ്. അങ്ങനെ ഫിഷ് ഫ്രൈ ആയി, രസമായി. കണ്ടോ, പെട്ടെന്ന് തന്നെ അവിയലായി. വിശന്ന് കണ്ണ് കാണാൻ പാടില്ലാണ്ടായി. മേശപ്പുറത്ത് പ്ലേറ്റ് പെട്ടെന്ന് തന്നെ എല്ലാവരും എടുത്ത് വെച്ച് ഓരോരുത്തർ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കണം. അവിയൽ ചിലർ വിളമ്പിക്കൊണ്ടിരിക്കണം. അതാ അവിയൽ, ചോറ്, ഫിഷ് ഫ്രൈ